നമ്മുടെ കുടുംബങ്ങൾ മാത്രം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലാണ്. ഏതായാലും ഇന്നത്തെ സംഗമം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യോഗ നടപടികൾ ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥന നമ്മുടെ ശാസ്ത്രം. വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. ചന്ദ്രമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ മാസത്തെ പൊതുയോഗം അല്ലെങ്കിൽ പൊതുസംഘം എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മളിവിടെ കൂടുന്നത്. കഴിഞ്ഞ മാസം ഓണാഘോഷത്തിൻ്റെ തിരക്കും അതിനകത്ത് എല്ലാവരും കൂടി കൂടുന്നത് മൂലമാണ് നമ്മൾ ആ മീറ്റിംഗ് അതിൽ ഉൾപ്പെടുത്തി കവർ ചെയ്തത്. യോഗാധ്യക്ഷൻ ശ്രീ മുരുകൻ സാർ, ബഹുമാനപ്പെട്ട സ്നേഹതീരം കുടുംബാംഗങ്ങളെ, പ്രിയ സഹപ്രവർത്തകരെ, ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മളായിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവാം. ഞാനിന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടാവും കുറച്ച് വിഷമങ്ങൾ. എനിക്കത് ലഭിച്ചില്ല, എനിക്കത് നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തകൾ. പക്ഷെ അതിനേക്കാളുപരി എൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങൾ, നമ്മളുടെ ഓരോരുത്തരുടെയും കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് എടുക്കാനുണ്ട്. ഇത്രയും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, അനുഭവങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിഷമം ഒന്നും തന്നെയല്ല. ഏവർക്കും ലഭിക്കുന്ന കയ്പിനേക്കാളും മധുരം നിറഞ്ഞതായിരിക്കും നല്ല നല്ല ഓർമ്മകൾ. അത് നമ്മൾ സൃഷ്ടിക്കുക. നമ്മൾ വഴി മറ്റുള്ളവർക്കായി ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുക. നമ്മളുടെ നിസ്വാർത്ഥമായ സേവനം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും ഏവർക്കും സമാധാനം നിലനിൽക്കും. ഈ ഒരു ചിന്തയിലേക്ക് തന്നെ എല്ലാവരും വരണം. നല്ല ചിന്തകളും നല്ല ചർച്ചകളും നിസ്വാർത്ഥമായ വിട്ടുവീഴ്ചകൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. കലകളും കായലോളങ്ങൾ പാടും കഥകൾ ഒരു ഒത്തുപോരാ പെൺകിടാവിൻ കുട്ടനാടൻ പെൺകിടാവിൻ
കത്തും നോവുകൾ പൂക്കളായി നറുതെച്ചിപ്പുകളായി കണ്ണുനീർക്കും കഥകൾ കലകളം കായിലൂളങ്ങൾ പാടും കഥകൾ വിരകിണി നീ വാർക്കും കണ്ണുനീ കരിമണിയായി മണ്ണിൽ നിലവേ. സെക്രട്ടറി സെക്രട്ടറി സ്നേഹതീരത്തിലെ കുടുംബാംഗങ്ങളെ ജീവനക്കാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാ മാസവും കൂടാനുള്ള മീറ്റിംഗ് ഇന്നും കൂടുകയാണ്. നമ്മൾ മീറ്റിംഗ് കൂടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും എല്ലാവരുടെയും ഒരു പുഞ്ചിരി സന്തോഷം ഉണ്ടാകുന്നതിനും വേണ്ടി. നമുക്കറിയാം, നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച മീറ്റിങ്ങുകൾ കൂടിക്കൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് നമുക്ക് നിന്നുപോയത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മാത്രമാണ്. അന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഉണ്ടായി. ഇപ്പോഴും ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്കറിയാം, നമ്മളുടെ ഒരു പുഞ്ചിരി, തമ്മിലുള്ള ഒരു സൗഹൃദം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നല്ലതിനായിരിക്കണം. ഒരുത്തരോട് വെറുപ്പോ അസൂയയോ കുശുമ്പോ ഒന്നും കൂടാതെ നല്ല മനസ്സോടുകൂടി ജീവിക്കുന്നവർക്ക് ആരോഗ്യത്തിനും നല്ല സമൃദ്ധിയായി വളരുന്നതിനുമുള്ള ഒരു പ്രവണത നമുക്കുണ്ടാകുകയും ചെയ്യും. സന്തോഷത്തോടുകൂടി ജീവിക്കുക, സന്തോഷപ്രദമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. कुछ ना कहो, कुछ भी ना कहो, क्या कहना है, क्या सुना है, मुझको बता गए, तुमको बता गए, सामने काई पल तमसा गया है, और इस पल में कोई नहीं है, बस एक मैं हूँ, बस एक तुम हो, कुछ ना कहो, कुछ भी ना कहो. ഭാര്യയ്ക്ക് വേണ്ടി തോറ്റുകൊടുത്താൽ ഭാര്യ നല്ല മീൻകറി വെച്ച് തരുമെന്ന്. മാതാപിതാക്കൾക്ക് വേണ്ടി തോറ്റുകൊടുത്താൽ മക്കളെ വാ ഇത് കഴിക്കൂ, പാലില് ബൂസ്റ്റ് കലക്കി തരും. വിജയം ആർക്കാണ്? തോറ്റുകൊടുത്തവനല്ലേ. വിജയിച്ചവന് വല്ല വിജയം ഉണ്ടോ? നമ്മൾ രണ്ട് വാക്ക് തർക്കിച്ച് ഒരാളോട് ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് വഴക്കടിച്ച് അവരെ തോൽപ്പിച്ച് നമ്മളിങ്ങനെ ജയിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ആശ്വാസമാണ് ഉണ്ടാകുന്നത്, എന്ത് ആനന്ദമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മൾ ആ വേദിയിൽ നിന്ന് മാറി നമ്മളുടെ മുറിയിലേക്ക് ചെല്ലുന്ന സമയത്തിനുള്ളിൽ നമ്മൾ 10 പ്രാവശ്യം ആലോചിക്കും, വേണ്ടായിരുന്നു, ഞാൻ അത്രയും കട്ടിച്ച് പറയേണ്ടത്, ഇത്തിരി ചെറുതായിട്ട് പറയാം, ഇപ്പൊ പോയിട്ട് ഒന്നുകൂടി അവരോട് പറഞ്ഞുതരാം, ഇത് ചെറുതായിട്ട് പറഞ്ഞുതരാം. ഇതായിട്ട് നമ്മുടെ ഉള്ളിലെ ചിന്തകള്. നമ്മൾ ജയിച്ചത് ആ വേദിയിൽ മാത്രമാണ്, പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ഭയങ്കര കുത്തലായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തോറ്റുകൊടുക്കുക എന്ന് പറഞ്ഞത് വിജയമാണ്, വൻ വിജയമാണ്. തോറ്റുകൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായാൽ അതിനേക്കാൾ വലിയ സന്തോഷവും സമാധാനവും നമ്മളുണ്ടാവില്ല. ദയവ് ചെയ്ത് എവരും ഒരേ മനസ്സോടെ ഞാൻ തോറ്റു തരാമെന്ന് പറയാൻ തയ്യാറാവും. ഓക്കെ, അപ്പൊ എല്ലാവരും തോക്കണം കേട്ടോ, പ്ലീസ്. ആശംസകൾ ഏവർക്കും, അതിൻ്റെതായ ആശംസകൾ. നമ്മുടെ നറുക്കെടുപ്പ് പരിപാടിയാണ് അടുത്തതായിട്ട് അതിന് തയ്യാറായിരിക്കും. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ ടോക്കൺ? നമ്മളവിടെ നറുക്കെടുപ്പ് പരിപാടി ആരംഭിക്കുക. നമ്മളുടെ ഈ നറുക്കെടുപ്പ് അറിയാലോ, ആദ്യം എടുക്കുന്നത് തേർഡ് പ്രൈസ് ആണ്, രണ്ടാമത് എടുക്കുന്നത് സെക്കൻഡ് പ്രൈസ്, ലാസ്റ്റ് എടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ്.
ഇനി അതിനൊരു സംശയം വരരുത്. ഇത് എന്റെ പേര് വീണതുകൊണ്ട് എന്നെ തേർഡ് പ്രൈസ് ആക്കിയതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിയതാണ് എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് കേട്ടോ. അപ്പൊ നമ്മളെപ്പോഴും സാധാരണ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യം എടുക്കുന്നത് തേർഡ് പ്രൈസ് ആണ്. ഓക്കെ, ഇത് എനിക്ക് തന്നെ അതല്ലേ. പക്ഷെ വേണ്ട, ഇത് തേർഡ് പ്രൈസ് അല്ലേ, ഇതിനധികം കാശില്ല, ഇതിൽ കുറവാണല്ലേ. എന്നാ ലാസ്റ്റ് പ്രൈസ് എടുക്കാൻ. അപ്പൊ ഇത് ഒരു 0 ഉണ്ട്, രണ്ടാമത്തെ അക്ഷരം, രണ്ടാമത്തെ അക്കം 0 ആദ്യത്തത് 9 അല്ലല്ലേ, 6 അപ്പൊ എന്താണ്, എത്രയാണ് അക്കം? 60 വിജിക്കാണ്. ഓക്കെ, അപ്പൊ 60 തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് വിജിക്കാണ്. വിജി നമ്മുടെ ഇവിടെ താഴെ 3+ല് ഹോംനേഴ്സ് ആണ് വിജി. ഒരു 4 ഉണ്ട്, 4 സെക്കൻഡ് പ്രൈസ് ആണ് കേട്ടോ. 4 ഉണ്ട്, ഒരു 1 ഉണ്ട്. ഒന്ന് ഗസ് ചെയ്തേ, എന്തായിരിക്കും നമ്പർ? എന്ത് ഞാൻ പറഞ്ഞ 4 കൊണ്ട് ഒരു 1 ഉണ്ടെന്നാ പറഞ്ഞത്. 41 അപ്പൊ ആദ്യം 1, രണ്ടാമത് 4. മാറ്റിച്ചാണ്. വെരി ഗുഡ്. ഫസ്റ്റ് പ്രൈസിനാണ് അടുത്ത് വരുന്നത്. ഞാൻ ആഗ്രഹിച്ചതുമായത് തന്നെ എനിക്ക് കിട്ടി. ഒരു 4 ഉണ്ട്, ഒരു 3 ഉണ്ട്. 4 3 എന്റെ 4 3. പറഞ്ഞാലുണ്ടോ 4 ഉണ്ട് 3 ഉണ്ട്. 34 നമ്മുടെ. അപ്പൊ ആലിസാനിക്ക് 34. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ അമ്മയാണ്. 2 ദിവസമായിട്ടുള്ള അമ്മ വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മളോടൊപ്പം, നമ്മുടെ കുടുംബത്തിൽ. അപ്പൊ നമ്മളുടെ സ്നേഹാധികാരത്തിന്റെ ഒപ്പമായിട്ട് 2 ദിവസമായിട്ടുള്ള അമ്മയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാ മാസത്തെയും പതിവുപോലെയുള്ള യോഗത്തിൽ എല്ലാവരും സംബന്ധിച്ചു. നറുക്കെടുപ്പിൽ 3 പേർക്ക് സമ്മാനം കിട്ടുകയും ചെയ്തു. എല്ലാവർക്കും നന്ദി. എല്ലാവരും കൃത്യസമയത്ത് എത്തുകയും എല്ലാത്തിനും സഹകരിക്കുകയും ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയുകയും എല്ലാം ചെയ്തു. സാറിനും കുടുംബത്തിനും മുരിനും സാറിനും യൂണിയന്റിനും നമ്മുടെ ഇൻമേറ്റ്സ് എല്ലാവർക്കും സ്റ്റാഫിനും എൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ജോസഫ് എല്ലാവർക്കും നന്ദി. നമ്മളുടെ തേർഡ് പ്രൈസുകാര് റെഡിയാകണേ ഉള്ളൂ. വരട്ടെ, നമുക്ക് സെക്കൻഡ് പ്രൈസ് മാറ്റണങ്ങളിൽ അഭിനന്ദനങ്ങൾ. വലിയൊരു സംഭാവന ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ പ്രൈസ് ഇവിടെ എല്ലാവർക്കും വേണ്ടി മധുരം വാങ്ങി വിതരണം ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നു. നല്ലൊരു കൈയടി. അഭിനന്ദനങ്ങൾ.